വിശുദ്ധ വചനം നമുക്ക് തുറക്കാം. Let's open the Bible. ഇന്ന് പകലത്തെ ചിന്തയ്ക്ക് ആധാരമായി യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 38 മുതൽ 42 വരെയുള്ള തിരുവചനം നമുക്ക് ദിവസത്തെ ശബ്ദം ഉയർത്തി വായിക്കാം. The Gospel of John, chapter 19, verse 38 to 42. അനന്തരം യഹൂദന്മാരെ പേടിച്ചിട്ട് രഹസ്യത്തിൽ യേശുവിൻ്റെ ഒരു ശിഷ്യനായിരുന്ന അരിമഥ്യയിലെ യോസഫ് യേശുവിൻ്റെ ശരീരം എടുത്തു കൊണ്ടുപോകുവാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവദിക്കയാൽ അവൻ വന്ന് അവൻ്റെ ശരീരം എടുത്തു. ആദ്യം രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന നിക്കോദിമോസും ഏകദേശം 100 റാത്തൽ മൂറും അരികിലും കൊണ്ടിട്ടുള്ള ഒരു കൂട്ട് കൊണ്ടുവന്നു. അവർ യേശുവിൻ്റെ ശരീരം എടുത്ത് യഹൂദന്മാർ ശവമടക്കുന്ന മര്യാദ പ്രകാരം അതിനെ സുഗന്ധവർഗത്തോടു കൂടെ ശീല പൊതിഞ്ഞു കെട്ടി. അവനെ ക്രൂശി സ്ഥലത്ത് തന്നെ ഒരു തോട്ടവും ആ തോട്ടത്തിൽ മുമ്പേ ആരെയും വെച്ചിട്ടില്ലാത്ത പുതിയൊരു കല്ലറയും ഉണ്ടായിരുന്നു. ആ കല്ലറ സമീപം ആകൊണ്ട് അവർ യഹൂദന്മാരുടെ ഒരുക്കനാൾ നിമിത്തം യേശുവിനെ അവിടെ വെച്ചു. ഇംഗ്ലീഷിൽ വായിക്കാം. Later, Joseph of Arimathea asked Pilate for the body of Jesus. Now Joseph was a disciple of Jesus, but secretly because he feared the Jews. With Pilate's permission, he came and took the body away. He who accompanied by Nicodemus, the man who earlier had visited Jesus at night. Nicodemus brought a mixture of myrrh and aloes, about 75 pounds. Taking Jesus' body, the two of them wrapped it with the spices in strips of linen. This was in accordance with the Jewish burial customs. At the place where Jesus was crucified, there was a garden, and in the garden a new tomb in which no one had ever been laid, because it was the Jewish day of preparation, and since the tomb was nearby, they laid Jesus there. ഇന്ന് പകലിൽ കർത്താവ് നമ്മളോട് സംസാരിക്കട്ടെ. Let the Lord speak to us today. വായിച്ചു കേട്ട വചനം നമുക്കെല്ലാം സുപരിചിതമുള്ള വചനമാണ്. These verses are very known to us. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൻ്റെ അവസാന ഘട്ടങ്ങളിലെ ഒടുവിലത്തെ ചില സംഭവങ്ങളാണ് നമ്മൾ വായിച്ചത്. These are the last days of the crucifixion that we have read today. നമുക്കറിയാം, യേശുവിൻ്റെ ക്രൂശിൻ്റെ ചൂട്ടിലേക്ക് നമുക്കൊന്ന് നോക്കിയാൽ Let's all go into the foot of cross. ഒരുപാട് പ്രവചനങ്ങളുടെ നിവർത്തീകരണം നമുക്കിവിടെ കാണാൻ കഴിയും. There are many revelations and prophecies have already been accomplished in the foot of cross. കർത്താവായ യേശുവിൻ്റെ ഒന്നാമത്തെ വരവിനെ കുറിച്ച് ഏകദേശം പ്രബലമായ 60 പ്രവചനങ്ങൾ തിരുവചനത്തിലുണ്ട്. There are about 60 prophecies about his being birth has been written in the Bible. മനുഷ്യാവതാരം എടുത്ത് കർത്താവ് ഈ ഭൂമിയിൽ വരുന്ന 60 പ്രവചനങ്ങൾ വിശുദ്ധ വചനത്തിലുണ്ട്. And there are 60 prophecies about Jesus coming as a man to this earth. ആ 60 പ്രവചനങ്ങളുടെ നിവർത്തിയും നമുക്ക് തിരുവചനത്തിൽ കാണാൻ കഴിയും. And we can see the fulfillment of all those 60 prophecies in the word. നമുക്കറിയാം, നമ്മുടെ കർത്താവിൻ്റെ അസ്ഥികൾ ഒന്നും ഒടിയത്തില്ല എന്ന പ്രവചന നിവർത്തിക്കപ്പെട്ടത് നമുക്കറിയാം. And we know the prophecy where the bones of Jesus will never be broken was also fulfilled. റോമ പട്ടാളക്കാർ വന്ന് അവിടെയുള്ള ഇരു കള്ളന്മാരുടെ കാലുകൾ ഒടിച്ചു, എന്നാൽ കർത്താവിന്റെ അസ്ഥികളൊന്നും ഒടിഞ്ഞില്ല. And we can see that the Roman soldiers came and broke the legs of the thieves over there, but they never were broke. Jesus' legs were not broken or the bones were not broken. കർത്താവിന്റെ ശരീരം ദ്രവത്വം കാണത്തില്ല എന്നുള്ള പ്രവചന നിവർത്തി അവിടെ നടന്നത് നമുക്കറിയാം. We can see the prophecy where the Jesus' body will never decay is also been fulfilled. മനോഹരമായ കല്ലറിയിൽ കർത്താവിന്റെ ബോഡി അടക്കം ചെയ്ത് 3-ാം നാൾ ദ്രവത്വം കാണാതെ അവൻ ഉയർത്തെഴുന്നേറ്റു. And we can see on the third day Jesus rose, that and his body was never decayed. ഒരു കള്ളനെ പോലെ, ഒരു കൊലപാതകനെ പോലെ കർത്താവിനെ ക്രൂശിച്ചെങ്കിലും തിരുവചനം പറയുന്നത് പോലെ മരണത്തിൽ അവൻ സമ്പന്നന്മാരോട് കൂടെ ആയിരുന്നു എന്നുള്ള പ്രവചന നിവർത്തി നമുക്ക് അവിടെ കാണാൻ കഴിയും. And we can see even though he was crucified as a thief, but the prophecy says that he was being born with the riches and glory. യെശയ്യാ പ്രവചനം 53-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യത്തിലാണ് നമ്മൾ ഈ ഭാഗം കാണുന്നത്. മരണത്തിൽ അവൻ സമ്പന്നന്മാരോട് കൂടെയായിരുന്നു. And we can see the Isaiah chapter 53 verses 9 is that he was risen with the rich in his death. ഇതൊന്നും സാധാരണയായി സംഭവിക്കേണ്ട കാര്യങ്ങളല്ല. And this is not an ordinary thing that happened. നമുക്കറിയാം, ഒരുവനെ
കൊലപാതകനായി ക്രൂശിച്ചു കഴിഞ്ഞാൽ, and we know that if somebody is been crucified, അവന്റെ അടക്കവും അങ്ങനെയുള്ളതായിരിക്കും. and his burial also will be like that. അന്ന് വരെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ If a person dies on that same അവന്റെ day, ശരീരം അഴുകുമായിരുന്നു. and his body would have been decayed. എന്നാൽ എന്റെ കർത്താവിനെ സംബന്ധിച്ച് നമ്മൾ ഇവിടെ കാണുന്നത്, We can see about our Lord Jesus. അവന്റെ അസ്ഥികൾ ഒടിഞ്ഞില്ല, His bones were never broken, അവന്റെ ശരീരം ദ്രവത്വം കണ്ടില്ല, and his body never saw the decay. തീർന്നില്ല. മരണത്തിൽ അവന്റെ അടക്കം സമ്പന്നന്മാരോട് കൂടെയായിരുന്നു. And we can say that his burial was with the rich. അവൻ കർത്താവിനെ കുറിച്ചുള്ള പ്രവചന നിവർത്തീകരണം ഒന്നിന് പുറകെ ഒന്നായി നമുക്ക് കാണാൻ And we കഴിയും. can say the prophecy fulfillment one after the other was fulfilled based on of Jesus. അപ്പം ശ്രദ്ധിക്കണം, ഇതൊന്നും ഒരു സാധാരണ സംഭവമല്ല. And these are not an ordinary things. ഇതിന്റെ പിന്നിൽ അസാധാരണമായ ഒരു കോർഡിനേഷൻ നടന്നിട്ടുണ്ട്. And there is an extraordinary coordination that happened behind the അത് ഈ scene. ഭൂമിയിൽ അല്ല നടന്നത്, And that was not happened in അത് this earth. സ്വർഗ്ഗത്തിലാണ് നടന്നത്. This happened in heaven. ഹല്ലേലൂയ. Hallelujah. പൗലോസേ മനസ്സിലാവും. അപ്പം അസാധാരണമായ കോർഡിനേഷൻ സ്വർഗ്ഗത്തിൽ And we നടക്കുകയാണ്. can see there was an extraordinary coordination that happens in heaven. ഇന്ന് പകല് ഞാനൊരു ദൂത് നിങ്ങളോട് പറയാം. And let me tell you one message today. നിയമം മാറിയെന്ന് വരാം, And maybe the law has changed. സാഹചര്യം മാറിയെന്ന് വരാം. Circumstances got changed. അമേരിക്ക കാനഡയ്ക്ക് ടാരിഫ് ഏർപ്പെടുത്തിയെന്ന് May the വരാം. US has been introduced new tariff to Canada. എന്നാൽ എന്തൊക്കെ സംഭവിച്ചാലും Whatever may happen, ഇതിന്റെ പിന്നിൽ ഒരു കോർഡിനേഷൻ സ്വർഗ്ഗത്തിൽ നടക്കുന്നുണ്ട്. there is a coordination that is happening in heaven. സ്വർഗ്ഗമറിയാതെ ഒന്നും സംഭവിക്കില്ല. Without heaven being known, nothing happens. ഇന്ന് പകലിൽ എത്ര പേർ അത് വിശ്വസിക്കുന്നുണ്ട്? How many people believe എന്റെ that? ജീവിതത്തിൽ നടക്കുന്നതിന്റെ പിന്നിൽ ഒരു കോർഡിനേഷൻ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ ആ കർത്താവിന് സ്തോത്രം ചെയ്യണം. You have to praise God. Those who think that everything that happens in my life is according to the coordination that's happening in heaven. അതിന്റെ കൺട്രോൾ റൂം സ്വർഗ്ഗത്തിലാണ്. The control room about that is in heaven. കഴിഞ്ഞ ദിവസം അജു ബ്രദർ എന്നെ വിളിച്ചു. The last day, brother Aju called me. പാസ്റ്ററെ, നമ്മൾ പ്രാർത്ഥിച്ച് ട്രംപിനെ കൊണ്ടുവന്നു. And oh pastor, we all prayed and Trump came. ഇപ്പൊ നമുക്കത് ഭാരയാണല്ലോ പാസ്റ്ററെ. And now it has become difficult for us. അന്ന് മുതൽ ഞാൻ എങ്ങനെ വേവലാതിപ്പെടുക. And then I've been in trouble but till that day. ഒരു ഭയങ്കര ഒരു ചോദ്യമായിരുന്നു അത്. And that was a great question. എന്നാൽ എനിക്ക് ഈ ദൂതിലൂടെ ഒരു കാര്യം പറയാനുള്ളത്, But let me tell you with this one message. എന്തൊക്കെ സംഭവിച്ചാലും, Whatever may happen, എന്തൊക്കെ സാഹചര്യങ്ങൾ മാറി മറിഞ്ഞാലും, whatever circumstances change, അതിന്റെ പിറകിൽ അസാധാരണമായ ഒരു കോർഡിനേഷൻ നടക്കുന്നുണ്ട്. there is an extraordinary coordination that happens behind. അവൻ അറിയാതെ എനിക്കൊന്നും സംഭവിക്കത്തില്ലെന്ന് വിശ്വസിക്കുന്നവർ ആത്മാവിൽ ആ കർത്താവിന് സ്തോത്രം ചെയ്യാം. You have to praise God in spirit, saying that nothing will happen without the knowledge of the heaven. നീ പോലും അറിയാതെ നിനക്ക് വേണ്ടി ചലിക്കുന്ന ഒരു ദൈവകരമുണ്ട്. Oh, without you knowing, there is a heaven that moves for you. നീ പോലും കാണാത്ത ഒരു ദൈവകരം നിനക്ക് വേണ്ടി ചലിക്കുന്നുണ്ട്. There is a hand that has been working in heaven without even knowledge. അതിന്റെ കൺട്രോൾ റൂം ഇരിക്കുന്നത് സ്വർഗ്ഗത്തിലാണ്. That control room is in heaven. Somebody shout hallelujah. Hallelujah to the Lord. Glory to God. നോക്കിക്കേ, ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ Here when we read, കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് കർത്താവിന്റെ കൂടെ ശിഷ്യന്മാരുണ്ടായിരുന്നു. there were many disciples when he was on earth. പ്രധാനമായി 12 ശിഷ്യന്മാരെ നമുക്കറിയാം. We know most of them, 12 of them. 12 പേരെ കൂടാതെ കർത്താവിന് ശിഷ്യന്മാരുണ്ടായിരുന്നു. And there were other disciples extra from those 12. അതിൽ രഹസ്യത്തിൽ കർത്താവിനെ പിന്തുടർന്ന 2 പേരുടെ പേരുകൾ ഇവിടെ And we പറയുന്നുണ്ട്. can see secretly there are 2 people who were secretly following Jesus. അവരുടെ 2 പേരുടെ പേര്, ഒന്ന് അരിമത്തിയിലെ യോസഫും 2 നിക്കോദിമസുമാണ്. And we can see it was a Joseph Arimathea and Nicodemus. ഇവര് 2 പേരും പ്രധാനപ്പെട്ട ആളുകളാണ്. And these 2 people are very important people. ഇവർ പ്രധാനപ്പെട്ട ആളുകൾ എന്ന് പറയാനുള്ള കാരണം, What the reason why they were very important people? അന്നത്തെ യഹൂദന്മാർക്ക് ഒരു റിലീജിയസ് കോർട്ട് ഉണ്ടായിരുന്നു. And there was a religious court for the Jews during that time. ആ റിലീജിയസ് കോർട്ടിന്റെ പേര് എന്ന് പറയുന്നത് സെൻഹെഡ്രീൻ എന്നാണ്. And the religious court name was Sanhedrin. അപ്പം ഈ സെൻഹെഡ്രീൻ സംഘത്തിലെ 2 പേരാണ്, ഒന്ന് അരിമത്തിയിലെ യോസഫും 2 നിക്കോദിമസ്. And these 2 people were very important in the Sanhedrin court.
which is one we call as Joseph, other one is Nicodemus. 70 മുതൽ 72 പേര് വരെയുള്ള സംഘമാണ് ഈ സെൻഹെഡ്രിൻ. 70 to 72 people belong to that Sanhedrin. 70 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരാണ് ഈ സംഘത്തിൽ ഉൾപ്പെടുന്നത്. And most of the people who were age above 70. അപ്പം യഹൂദന്മാരുടെ റിലീജിയസ് ആയ മതപരമായ എല്ലാ തീർപ്പും കൽപ്പിക്കുന്നത് ഈ സംഘമാണ്. All the religious decisions and the answers were made from this Sanhedrin. അപ്പം അസാധാരണമായ ഇൻഫ്ലുവൻഷ്യൽ ഉള്ള രണ്ട് പേരാണ്, ഒന്ന് അരിമത്തിയിലെ യോസഫും രണ്ട് നിക്കോഡിമസ്. And we can see these were the two great people or influential people, one Joseph from Arimathea and the second Nicodemus. നമുക്കറിയാം കർത്താവായ യേശുവിനെതിരെ പ്രബലമായി നിന്ന ഒരു സംഘമാണ് ഈ സെൻഹെഡ്രിൻ സംഘം. And we can see this was the group of people, the Sanhedrin, who stood against Jesus. കർത്താവിന്റെ ശുശ്രൂഷ കാലത്ത് നമുക്കറിയാം അവർ കർത്താവിനെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചവരാണ്. These were the people who really attacked when Jesus was doing his ministry. എന്നാൽ അവരുടെ ഉള്ളിൽ തന്നെ രണ്ട് പേരെ ദൈവം അവിടെ നിയോഗിച്ചു. But we can see there were two people that God appointed between them. നിക്കോഡിമസിനെ കുറിച്ച് അല്പമായ കാര്യം ഞാനൊന്ന് പറയട്ടെ. Let me tell you some more thing about Nicodemus. ആദ്യമായി നമ്മൾ നിക്കോഡിമസിനെ കാണുന്നത് യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 3-ാം അധ്യായത്തിലാണ്. We see Nicodemus in chapter 3 of John. അവിടെ നമ്മൾ കാണുന്നത് നിക്കോഡിമസ് യേശുവിന്റെ അടുക്കൽ വരികയാണ്. And we can see Nicodemus comes in near to Jesus. അവിടെ നമ്മൾ വായിക്കുന്ന ഒരു ഭാഗമുണ്ട്. And this is what we read. അവൻ രാത്രിയിൽ യേശുവിന്റെ അടുക്കൽ വന്നു. He came at night near to Jesus. രാത്രിയിലെങ്കിലും അവൻ വന്നല്ലോ. Oh, thank you that he came at night at least. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് രാത്രിയെന്നില്ല പകലെന്നില്ല എവിടെ എന്ത് ഒന്നുമില്ല. And with some people we don't know whether it is morning or a night. ഒരു മീറ്റിംഗ് ഒക്കെ വെച്ചാൽ ഈ എന്നെ പ്രയാസാ നമുക്കൊക്കെ ഒന്ന് വരാനേ. And if we keep a meeting, it is so difficult to come. നിക്കോഡിമസിന്റെ പ്രത്യേകത And the problem of Nicodemus, or the speciality of പോട്ടെ, ആ Nicodemus, വിഷയം ഞാൻ വിടുക. രാത്രിയിൽ വരിക കർത്താവിന്റെ അടുക്കൽ. they are coming at night. എന്തിനാ വന്നേ? Why did they come? കർത്താവ് അവന്റെ അടുക്കൽ വന്നിട്ട് ഒരു ചോദ്യം ചോദിക്കുക. And he is coming and asking a question to Jesus. റബ്ബി, മാസ്റ്റർ, നീ ദൈവത്തിന്റെ അടുക്കൽ നിന്ന് ഉപദേഷ്ടാവായി വന്നിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം തന്നോട് കൂടെ ഇല്ലെങ്കിൽ നീ ചെയ്യുന്ന അടയാളങ്ങൾ ചെയ്യുവാൻ ആർക്കും കഴിയില്ലെന്ന് പറഞ്ഞു. And he said that, Rabbi, you have come from God and you're doing these kind of miracles. I know that because you came from God, that's why you're doing all these things. കർത്താവിനെ ഒന്ന് പൊക്കിയടിക്കുക പുള്ളി ഇവിടെ വന്ന്. And he is coming and giving a great shout about Jesus to കർത്താവേ, him. നിനക്ക് ഈ ദൈവം നിന്റെ കൂടെ ഇല്ലെങ്കിൽ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് If അറിയാം. God is not there with you, we know that all these things cannot happen. അതിനെ കർത്താവ് അവനെ അപ്രീഷിയേറ്റ് ചെയ്യുകയല്ല അവിടെ ചെയ്തത്. And here Jesus didn't appreciate him. നിക്കോഡിമസ്, I appreciate you, well done my baby എന്നൊന്നും അല്ല പറഞ്ഞത്. And he didn't ever say that, okay, well done my baby, I appreciate you. This is not what he said. കർത്താവ് അവനോട് പറയുന്ന ഒരു പദമുണ്ട്. This is the word that he said. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു. Amen, amen, I say to you. പുതുതായി ജനിച്ചില്ല എങ്കിൽ And if you are not born again, ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയുകയില്ല. you will not see the kingdom of God. നിങ്ങൾ ഏത് കുടുംബത്തിൽ ജനിച്ചു എന്നുള്ളത് വിഷയമല്ല. It is not that which house you were born. നിങ്ങളുടെ പാരമ്പര്യം എന്താണെന്ന് ദൈവത്തിന് വിഷയമല്ല. What is your background? For God it is not matters. ദൈവം പറയുന്ന ഒരു പദം, God says one word. സ്വർഗം വേണോ? If you need heaven, നിങ്ങൾ പുതുതായി ജനിക്കണം. you have to be born again. നിങ്ങൾ പുതുതായി ജനിക്കണം. You have to be born again. ഹല്ലേലൂയ. Hallelujah. അതിനുശേഷം നിക്കോഡിമസ് കർത്താവിനോട് ഒരു ചോദ്യം കൂടെ ചോദിക്കുന്നു. And this is what Nicodemus asked. One more questions to Jesus. കർത്താവേ, അതെങ്ങനെ സംഭവിക്കും? How can this happen? മനുഷ്യൻ വൃദ്ധനായ ശേഷം എങ്ങനെയൊന്ന് പിന്നെയും ജനിക്കാൻ കഴിയും? How can a man be born when he is old? രണ്ടാമതും അമ്മയുടെ ഉദരത്തിൽ കടന്ന് ജനിക്കാൻ കഴിയുമോ? Can he enter second time into the mother's womb? അതിന് യേശു കൊടുക്കുന്ന മറുപടി ശ്രദ്ധിക്കൂ. This is what Jesus answered. ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു. I will tell you the truth. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. If you are not born of the water and the spirit, you will not be able to inherit the kingdom of God. ഒന്നുകൂടെ ഞാൻ പറയുന്നു, സ്വർഗ്ഗത്തിൽ പോകണമോ? I'm telling you, if you want to go to heaven, ദൈവരാജ്യത്തിന് അവകാശികളായി തീരണമോ? if you want to be a heir of the kingdom of നീ God, വെള്ളത്താലും ആത്മാവിനാലും ജനിക്കണം. you have to be born in water and in the spirit. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നീ സ്നാനമെടുക്കണം.
എടുക്കണം. In the name of the Father, Son and the Holy Spirit, you have to take the baptism. അങ്ങനെയുള്ളവൻ അവകാശമാക്കുന്നതാണ് ദൈവരാജ്യം. Those are the people who will inherit the kingdom of God. അസാധാരണമായ ഒരു പഠിപ്പിക്കലുകൾ, ഒരു ഉപദേശം ദൈവം കർത്താവ് ഇവിടെ കൊടുക്കുകയാണ്. And we can see here is Jesus giving an extraordinary teaching. അപ്പം ആദ്യമായി നമ്മൾ നിക്കോഡിമസിനെ കണ്ടത് And first time we saw Nicodemus കർത്താവുമായുള്ള ഈ സംഭാഷണത്തിലാണ്. with Jesus having a conversation with അവിടെ നിന്ന് Jesus. നിക്കോഡിമസ് പോവുകയാണ്. And Nicodemus went by. പിന്നെ നമ്മൾ കാണുന്നത് Then he comes back. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായത്തിലാണ്. John chapter 7 we read. അതിന്റെ 7-ന്റെ 51-ാമത്തെ വാക്യം. 7:51 we read like ഒരു this. മനുഷ്യന്റെ വാമൊഴി ആദ്യം കേട്ടു, And അവൻ ചെയ്യുന്നത് ഇന്നതെന്ന് അറിഞ്ഞിട്ടല്ലാതെ നമ്മുടെ ന്യായപ്രമാണം അവനെ വിധിക്കുന്നുവോ എന്ന് പറഞ്ഞു. And it says, does our law condemns anyone without first hearing him to find out what he is doing? നോക്കിക്കേ, ആ അധ്യായം ആദ്യം മുതൽ നിങ്ങൾ വായിക്കുമ്പോൾ When you read from the beginning, നമ്മുടെ കർത്താവായ യേശുവിനെതിരെ അസാധാരണമായ ഗൂഢാലോചന നടക്കുകയാണ്. and we can see there kind of a conspiracy is happening against our Jesus. യേശുവിനെ പിടിക്കുവാൻ അവർ ശ്രമിക്കുകയാണ്. And they're going to catch our Jesus. അങ്ങനെ ഗൂഢാലോചന നടന്നുകൊണ്ടിരിക്കുമ്പോൾ When the conspiracies is happening, യേശുവിനെ ഡിഫെൻഡ് ചെയ്തത് ഈ നിക്കോഡിമസ് ആണ്. and we can say this is the Nicodemus that defended Jesus. നിക്കോഡിമസ് ഇവിടെ പറയുന്ന പദമാണ് നമ്മൾ വായിച്ചത്. This is what the word was said by Nicodemus. ഒരു മനുഷ്യന്റെ വാമൊഴി ആദ്യം കേട്ടു. You have to hear from somebody. എന്നാൽ അവൻ ചെയ്യുന്നത് ഇന്നതെന്ന് അറിഞ്ഞിട്ടല്ലാതെ എങ്ങനെ അവനെ വിധിക്കാൻ കഴിയും? And how can we judge if we are not able to understand what he has done? മറ്റുള്ളവർ പറയുന്നത് കേട്ട് വിധിക്കരുത്. And if we hear for somebody, we should not judge them. കർത്താവിനെ ഡിഫെൻഡ് ചെയ്യുകയാണ്. And here he is defending Jesus. മൂന്നാമത് നിക്കോഡിമസിനെ കാണുന്നത് The third we see about Nicodemus. നമ്മൾ വായിച്ച വാക്യത്തിലാണ്. And this is in the chapter that we read. ഇവിടെയാണ് നിക്കോഡിമസിന്റെ മൂന്നാമത്തെ എൻട്രി നമ്മൾ And കാണുന്നത്. this is where he see the third entry of Nicodemus. എന്താണ് നിക്കോഡിമസ് അവിടെ ചെയ്തത്? And what does Nicodemus do? നോക്കിക്കേ, ആ 19-ാം അധ്യായം Let us go to 19th chapter. വായിച്ചാട്ടെ. അടുക്കൽ വന്ന നിക്കോദെമോസും ഏകദേശം 100 റാത്തൽ മൂറും അകിലും കൊണ്ടുള്ള ഒരു കൂട്ട് കൊണ്ടുവന്നു. മതി. ഇവിടെ എന്താണ് നിക്കോഡിമസ് ചെയ്തത്? Here what does Nicodemus do? കർത്താവിനെ അടക്കുവാനായി And when Jesus is going to be buried, കുറച്ച് സുഗന്ധദ്രവ്യങ്ങൾ കൊണ്ടുവരികയാണ്. he is bringing some incense for that. 100 പൗണ്ട് മൂറ് നിക്കോഡിമസ് കൊണ്ടുവരുന്നു. And we can see about 100 pound in weight he is bringing. നമുക്കറിയാം യഹൂദന്മാരുടെ ശവടക്കിൽ And when you see the burial of Jews, ഒരാളെ അടക്കുമ്പോൾ when they bury a person, ഒന്നെങ്കിൽ 5 to 10 പൗണ്ട് മൂറേ അവർ ഉപയോഗിക്കാറുള്ളൂ. and it is only 5 to 10 pounds of myrrh they use it. അത് തന്നെ ഭയങ്കര കോസ്റ്റ്ലി ആയിരുന്നു അന്ന്. And that was very costly during that എന്നാൽ time. നിക്കോഡിമസ് ഇവിടെ ചെയ്തത്, And Nicodemus, what did happen? അവൻ കൊണ്ടുവന്നത് 100 പൗണ്ട് മൂറാണ്. And we can see it was 100 pounds that he brought it. കഴിഞ്ഞ ദിവസം ഞാൻ ഇതൊന്ന് ഗൂഗിൾ ചെയ്തു. And we can see I googled it. ഇന്നത്തെ എമൗണ്ട് എത്രയായിരിക്കും? And what will be the amount this time? എനിക്ക് മനസ്സിലായ ഒരു കാര്യം പറയാം. And this is what I understood. ഏകദേശം $150,000 മൂല്യമുള്ളതാണ് 100 പൗണ്ട് മൂറെന്ന് പറയുന്നത്. $650,000 is what the cost would have been during that time. അപ്പം ഇത്രമാത്രം സുഗന്ധദ്രവ്യം കൊണ്ട് ഒരുവൻ വരിക കർത്താവിനെ And അടക്കാൻ. we can say these are the costly incense that he is bringing into the feet of Jesus. അതാ ഞാൻ പറഞ്ഞത്. And this is what I said. കർത്താവിന്റെ മരണം അവൻ സമ്പന്നന്മാരോട് കൂടെയായിരുന്നു എന്ന്. That's what I said, that his death was with the riches. ഒരു സാധാരണക്കാരന് ലഭിക്കുന്ന ശവമടക്കല്ല എന്റെ കർത്താവിന് ലഭിച്ചത്. My Jesus, my Lord, didn't get a normal burial as an ordinary person. പുതിയ ഒരു കല്ലറ എന്റെ കർത്താവിന് വേണ്ടി അവിടെ തുറന്നു. And there was a new tomb that was open for Jesus. 100 പൗണ്ട് മൂറ് നിക്കോഡിമസ് കർത്താവിന് വേണ്ടി പൂശാൻ കൊണ്ടുവരികയാണ്. And here is Nicodemus bringing 100 pounds of myrrh and all into for Jesus. അവിടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ ഇങ്ങനെ കാണുന്നത്. And this is what we read. കർത്താവ് അത്ഭുതം ചെയ്തു കേട്ടോ. Jesus did a miracle. ഒത്തിരി പേർക്ക് അപ്പം കൊടുത്തു. He gave bread to many. ഒത്തിരി പേരെ സൗഖ്യമാക്കി. Many were healed. കുഷ്ഠരോഗിയെ അവൻ സൗഖ്യമാക്കി. The leper was healed. അന്ധരെ സൗഖ്യമാക്കി.
സൗഖ്യമാക്കി. The blind was healed. മരിച്ചവരെ ഉയർപ്പിച്ചു. The dead was waken up. എന്നാൽ അവന്റെ ശവമടക്കിന്റെ സമയത്ത് But when it was burial time of his, അപ്പം തിന്നവരെയോ all now the people who had bread eaten, സൗഖ്യം ലഭിച്ചവരെയോ the one who were healed, അവിടെ we കാണാനില്ലായിരുന്നു. were not able to see them. എന്നാൽ പ്രതീക്ഷിക്കാത്ത രണ്ടുപേരെ ദൈവം അവിടെ ഒരുക്കി. But God kept two people that never was even there. എന്തിനാണ് വചനത്തിന്റെ നിവർത്തീകരണം സംഭവിച്ചേ പറ്റൂ? Why? It was because the prophecy has to be fulfilled. സെൻഹെഡ്രിന്റെ സംഘത്തിനകത്ത് ദൈവം രണ്ടുപേരെ ഒരുക്കി. From the Sanhedrin, two people were waken up. ഇന്ന് പകലിൽ ഒരു ദൂത് ഞാൻ വിളിച്ചു പറയാം. Let me call out a message to you. പ്രതീക്ഷിക്കാത്ത ഇടത്ത് നിനക്ക് വേണ്ടി ദൈവം ചിലരെ ഒരുക്കും കേട്ടോ. There will be some people where there is no hope in your life. ആത്മാവിൽ ഈ ദൂത് നിങ്ങൾ റിസീവ് ചെയ്തോണം. You have to receive in your spirit. നീ പ്രതീക്ഷിക്കാത്ത ചിലരെ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കും. God will bring you somebody where you would not know at all about നീ him. പ്രതീക്ഷിക്കാത്ത ചില മേഖലകൾ ദൈവം നിനക്ക് വേണ്ടി തുറക്കും. God will open some kind of a way and a person that will come into life. പകലിൽ ആ ദൂതിനെ റിസീവ് ചെയ്യ്. Receive the message in the spirit. യേശുവിന്റെ നാമത്തിൽ In the name of Jesus. ദൈവം പ്രതീക്ഷിക്കാത്ത ചില ഓപ്പണിംഗ്സ് തരും നിനക്ക്. Oh, God will give you an opening where you will not have any expectation. Hallelujah. Hallelujah. Glory to God. Thank you, Jesus. നോക്കിക്കേ, ഇവരുടെ പ്രത്യേകത, This is the speciality. ഇവര് ഭയങ്കര ഇൻഫ്ലുവൻഷ്യൽ ആയിരുന്നു. This was an influential. ഇവർ രണ്ടുപേരും സീക്രട്ട് ഡിസൈപ്പിൾ ആയിരുന്നു. There were two different secret people. കർത്താവിനെ വിശ്വസിക്കുന്നുണ്ട്, And they believed. കർത്താവിനെ അവര് ആരാധിക്കുന്നുണ്ട്. And they were worshipping. എന്നാൽ കർത്താവിനെ പിൻപറ്റാൻ പരസ്യമായി അവർ മുന്നോട്ട് വന്നില്ല. They didn't come forward as a public figure to follow Jesus. അതിൽ ഒന്ന് രണ്ട് കാരണങ്ങളുണ്ട്. And there were one or two reasons. ഒന്ന്, One of them, യഹൂദന്മാർ പേടിച്ചാണ് അവർ വരാതിരുന്നത്. and because they were fearful because of Jews. രണ്ട്, Second, പബ്ലിക്കായിട്ട് അവർ വന്നാൽ if they come in public, അവർ ഉൾപ്പെട്ട് നിൽക്കുന്ന കമ്മ്യൂണിറ്റിയിൽ നിന്ന് അവരെ പുറത്താക്കും. the community will destroy them, they will betray them. ഈ രണ്ട് വിഷയമായിരുന്നു പരസ്യമായി മുന്നോട്ട് വരാൻ അവരെ മടിപ്പിച്ചത്. These were the two things that made them not come into the presence of God in public. ഇന്ന് നമുക്കറിയാം, We know now today, റഷ്യ, ചൈന എന്നുള്ള ദേശങ്ങളിലെല്ലാം സീക്രട്ട് ഡിസൈപ്പിൾസ് ഉണ്ട്. in Russia and China we have got secret disciples. അറേബ്യൻ രാജ്യങ്ങളിൽ ജോലി ചെയ്തവർക്കറിയാം. And there are many people who worked in Arabian Gulf. കർത്താവിനെ സീക്രട്ടിൽ ആരാധിക്കുന്ന ഒത്തിരി ദൈവസഭകൾ അവിടെയുണ്ട്. There are many churches that has been worshipped and people worshiping in അപ്പം secret. ഇവരും ഒരു സീക്രട്ട് ഡിസൈപ്പിൾസ് ആയിരുന്നു. And these were secret disciples. ഇവർ കർത്താവിന്റെ ക്രൂശീകരണത്തിന് ശേഷം, And after the crucifixion of Jesus, കർത്താവിന്റെ ബോഡി വാങ്ങിക്കുവാനായി കടന്നു വരികയാണ്. and we can say they are coming to capture the body of ഇനിയും Jesus. നിങ്ങളുടെ ശ്രദ്ധ ആ ക്രൂശിലേക്ക് ഞാനൊന്ന് ക്ഷണിക്കുകയാണ്. I'm pouring your attention to the cross. പ്രിയരെ, ആ ക്രൂശിലേക്ക് നിങ്ങളൊന്ന് നോക്കണേ. Let us all look to the cross. ഞാൻ പറഞ്ഞതുപോലെ കർത്താവിങ്കിൽ നിന്ന് ഒത്തിരി പേര് അത്ഭുതം സ്വീകരിച്ചു. There were many people who took miracles from Jesus. കർത്താവ് വാഴ്ത്തി കൊടുത്ത അപ്പം തിന്ന ഒത്തിരി പേരുണ്ടായിരുന്നു. There are many people who ate the bread that God blessed and gave them. കർത്താവ് മരിച്ചതിന് ശേഷം, After Jesus died, നിത്യതയുടെ പദ്ധതികൾ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ, and when all the plans of the eternity was been happening, കൂടെ നിൽക്കുമെന്ന് കരുതിയവരെല്ലാം മാറിപ്പോയി. when they were near, people who were near to them were all gone away. പ്രതീക്ഷിച്ചവരെല്ലാം മാറിപ്പോയി. All the people we had expectations, all went എന്നാൽ away. കർത്താവിന്റെ ക്രൂശിന്റെ ചുവട്ടിൽ ഇവർ രണ്ടുപേരും വന്ന് We can നിൽക്കുക. say these are the two people who are standing at the bottom of the cross of Jesus. ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. Let me tell you one thing. നമ്മൾ പ്രതീക്ഷിക്കുന്ന പലരും മാറിപ്പോകും. Many of the people who you expect may go away from your life. നമ്മൾ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്ന പലതും മാറിപ്പോകും. Many of the things that you keep your trust may go away. എന്നാൽ അവിടെ സങ്കടപ്പെടരുത്. But you should not be sad അവിടെ enough. നിരാശപ്പെടരുത്. You should not lose your hope. പ്രതീക്ഷിക്കാത്തത് ദൈവം നിനക്ക് വേണ്ടി ചിലർ ഒരുക്കി വെച്ചിരിക്കും. God will give you something that is your unexpected. പ്രതീക്ഷിക്കാത്ത സാഹചര്യങ്ങൾ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കും. Unexpected circumstances will come for you. ഒറ്റ കാര്യം ചെയ്താൽ മതി. Only one thing that you have to do. ക്രൂശിന്റെ ചുവട്ടിൽ വന്നു നിൽക്കുക. Come to the cross of Jesus. ക്രൂശിന്റെ ചുവട്ടിൽ വന്നു നിൽക്കുക. Come to the foot of cross of Jesus. ദൈവത്തിന്റെ വഴി ദൈവം നിനക്ക് വേണ്ടി തുറക്കും. Jesus will open a new way for you. Hallelujah. Hallelujah. നോക്കുക, ഇവിടെ ഇവർ രണ്ടുപേരും വരികയാണ്.
And those two people came in. കഴിഞ്ഞ ദിവസം ഞാൻ ഈ ഭാഗം ഞാൻ ഇങ്ങനെ ധ്യാനിച്ചപ്പോൾ When I was meditating these verses, ഒരു ബുക്കിൽ ഞാൻ ഇങ്ങനെയാണ് വായിച്ചത്. this is what I read in one book. റോമൻ ഗവൺമെന്റ് ഒരുവനെ ക്രൂശിൽ കയറ്റിയാൽ, And if a Roman government put somebody on the cross, ഒരു കാരണവശാലും ആ ബോഡി ആ ക്രൂശിൽ നിന്ന് അവർ താഴെ ഇറക്കത്തില്ല. never that body will be brought down from the cross. അതായിരുന്നു ആ ശിക്ഷാ നിയമം. And that was the law of that judgment. ഒന്നെങ്കിൽ താഴ്വരയിലോ അല്ലെങ്കിൽ ഒരു മലമുകളിലോ ആയിരിക്കും ഇവർ ക്രൂശിക്കപ്പെടുന്നത്. First, either they will be in the valley or on the mountain top they will crucify somebody. അപ്പം അവനെ അവിടെ ക്രൂശിച്ചതിന് ശേഷം എല്ലാവരും ഇങ്ങ് പോരും. And after crucifixion everybody came off. ഈ ക്രൂശിൽ കിടന്ന് അവിടെ മരിക്കും. And the person will be dying on the cross. ഇവന്റെ ശരീരം പിന്നെ ആകാശത്തിലെ പറവകൾക്കുള്ള ഭക്ഷണമാണ്. And we can see the birds of the sky will have food there as their flesh. അല്ല എങ്കിൽ ഇവന്റെ ഭക്ഷണം അഴുകി താഴെ വീഴും. All this flesh will decay and fall down. ഇതാണ് ആ മരണത്തിന്റെ പ്രത്യേകത. And this is the speciality of that death. അതുകൊണ്ടായിരുന്നു ക്രൂശ് മരണം ഏറ്റവും നികൃഷ്ടമായത്. That's the reason this was one of the most heinous deed, the crucifixion. അതുകൊണ്ടായിരുന്നു ക്രൂശ് ഒരു ശാപത്തിന്റെ സൈനായി മാറിയത്. That's the reason crucifixion became a sign of curse. ഒരുവനെ ക്രൂശിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും അതിന്റെ പുറകെ പോകത്തില്ല. And if somebody was crucified, nobody will go behind എന്നാൽ him. അവിടെയും പ്രവചനത്തിന്റെ ഒരു നിവർത്തി നടന്നു. I can see a completion of prophecy. എന്താണ് നടന്നത്? What did happen? ദൈവം രണ്ട് പേരെ അവിടെ അപ്പോയിന്റ് ചെയ്തു. There were two people that were appointed. ഇൻഫ്ലുവൻഷ്യൽ ആയ രണ്ട് പേരെ ദൈവം അവിടെ അപ്പോയിന്റ് ചെയ്തു. God appointed two people that were influential. അവർ പീലാത്തോസിന്റെ അടുക്കൽ ചെന്ന് അധികാര പത്രം വാങ്ങിച്ചു വരിക. And we can see he went to Pilate and took the paper of authority and coming back. പീലാത്തോസിനെ പോലും സ്വാധീനിക്കാൻ കഴിവുള്ള രണ്ട് പേരെ സ്വർഗ്ഗം അവിടെ അപ്പോയിന്റ് ചെയ്തു. God and the heaven appointed two people who could influence Pilate in this matter. എന്താണ് പീലാത്തോസിനോട് പറഞ്ഞത്? What did the Pilate say? ഞങ്ങൾക്ക് യേശുവിന്റെ ശരീരം വേണം. We need the body of Christ. അവന്റെ ശരീരം അഴുകാൻ ഞങ്ങൾ സമ്മതിക്കത്തില്ല. We will not allow his body to be അവന്റെ decayed. ശരീരം ആകാശത്തിലെ പറവകൾക്കുള്ള ഭക്ഷണമല്ല. And his body is not the food for the prey of the birds. ഞങ്ങൾ ടേക്ക് കെയർ ചെയ്തോളാം അവന്റെ ശരീരം. We will take care of that body. അതാ ഞാൻ പറഞ്ഞത്. That's what I said. ദൈവം നിനക്ക് വേണ്ടി ചിലരെ നിയോഗിക്കും. God will appoint somebody for you. നീ പ്രതീക്ഷിക്കാത്ത ചിലരെ ദൈവം നിയോഗിക്കും. God will appoint somebody that unexpectedly will കാരണം come. വാഗ്ദത്തം ചെയ്തത് ദൈവമാണ്. Because the promise was given by God. ഇന്ന് പകലിൽ എത്ര പേർക്ക് ആത്മാവിൽ സ്തോത്രം ചെയ്യാൻ How കഴിയും? many people can believe? ആ കരമടിച്ച ദൈവത്തിന് അല്പനിമിഷം കർത്താവിന് സ്തോത്രം ചെയ്യാം. How many people can clap and praise God? വാഗ്ദത്തം ചെയ്തത് ദൈവമാണ്. The God has promised you. വാഗ്ദത്തം ചെയ്തത് ദൈവമാണ്. It is God who promised അതിനെ you. നിവർത്തീകരിക്കാൻ അവൻ അറിയാം. And he knows how to fulfill ഇന്ന് it. പകലിൽ ആത്മാവിൽ ഈ ദൂത് റിസീവ് ചെയ്യാ. Receive in the spirit. യേശുവിന്റെ നാമത്തിൽ In the name of Jesus. പ്രതീക്ഷിക്കാത്ത ചിലരെ Unexpected people. റീ ബാബാ 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 ഷുഡാലാ ബാബാ 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 റീ പാനാ ബാബാ ബാബാ ജുഡാ ബാബാ 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 ഹല്ലേലൂയ 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 Hallelujah. Glory to God. Hallelujah. ഇന്ന് രാവിലെ ഒരു കാര്യം ഓർക്കണം നിങ്ങൾ. You have to understand one thing this morning. അവന്റെ ശരീരം ദ്രവത്വം കാണത്തില്ല എന്ന് വചനം പറയുന്നുണ്ടെങ്കിൽ, The word says that his body will never see decay. റോമൻ ഗവൺമെന്റ് എത്രയൊക്കെ പറഞ്ഞാൽ Whatever the Roman government says, ദൈവത്തിന്റെ വാഗ്ദത്തം നടന്നിരിക്കും. God's promise will happen. ഇവിടെ നിന്ന് ഒത്തിരി ദൂത് പറയണമെന്നുണ്ട്. There are many messages from this ഇന്ന് prayer. പകല് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെ ഓർത്ത് സ്തോത്രം ചെയ്യ്. Let us all praise God with the promises of ദൈവം God. നിന്നോട് പറഞ്ഞ വാഗ്ദത്തത്തെ ഓർത്ത് സ്തോത്രം ചെയ്യ്. Let us all praise God with the promises of God. അത് നടക്കാൻ ഒരു സാധ്യതയുമില്ലെങ്കിലും സ്തോത്രം ചെയ്യ്. Or if there is nothing, impossibilities before you, അതിന് you say, 0% സാധ്യതയെങ്കിലും സ്തോത്രം ചെയ്യ്. if the possibility is 0%, you start praising ഇന്ന് God. പകല് ദൈവമാ പറഞ്ഞതെങ്കിൽ If Jesus has told you, അതിനെ നിവർത്തീകരിക്കാൻ അവൻ അറിയാം. and he is able to fulfill the promise, ആത്മാവിലെ കർത്താവിന് സ്തോത്രം ചെയ്യുക. in the spirit you start praising God. ഹല്ലേലൂയ. Hallelujah. അവർ രണ്ടുപേരും ക്രൂശിന്റെ ചുവട്ടിൽ വന്നു. They both came into the foot of the cross, കർത്താവ് അവിടെ മരിക്കുക. and here Jesus died. തന്റെ തല തോളോട് ചേർത്ത് വെച്ച് And we can see he kept his own on the shoulder. തന്റെ പ്രാണനെ പിതാവിന്റെ കരുത്തിലേക്ക് ഏൽപ്പിച്ചു. He gave his spirit to the God. അവിടെ അവന്റെ ശരീരമെടുത്ത് And ശരീരമെടുത്ത് his body was taken.
കല്ലറയിലേക്ക് അവർ കൊണ്ടുപോവുകയാണ്. They were taken into the tomb. എനിക്ക് നിക്കോഡിമസിനോടും യോസഫിനും ചോദിക്കാനുള്ള ഒരു ചോദ്യം. I have a questions to Nicodemus and to Joseph. 3.5 വർഷം കർത്താവ് നിങ്ങളുടെ കൂടെ ഇല്ലായിരുന്നു. Oh, 3.5 years Jesus was not there with you. നിങ്ങൾക്ക് എന്തുകൊണ്ട് അന്ന് അവനെ പിൻപറ്റാൻ പറ്റിയില്ല? Why did you not follow him those days? കർത്താവിന്റെ കൂടെ എന്തുകൊണ്ട് നിങ്ങൾക്ക് നടക്കാൻ പറ്റിയില്ല? Why you couldn't follow with him, near to him? അവരിപ്പോൾ ഒരു കാര്യം പറയും. And they said like this. ഇപ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. We came to know one thing. ഇവൻ സാക്ഷാൽ ദൈവപുത്രൻ. And he is really a son of God. ഇവനായിരുന്നു മശിഹ. He was a Messiah. ഇവനായിരുന്നു ഞങ്ങൾ കാത്തിരുന്ന മശിഹ. This is the one that we were all looking for. He is the Messiah. ഇനി ഞങ്ങൾ വീട്ടിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കിയാലും, Even if the people they will forsake me from their home, പള്ളിയിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കിയാലും, even from the church that we belong they ഞങ്ങളെ കൊന്നെന്ന് പറഞ്ഞാലും, even if they kill us, ഇവനെ വിട്ട് ഇനി ഒരു പരിപാടിയില്ല. I will never go away with him. ഇവനെ വിട്ട് ഞങ്ങൾ പുറകോട്ട് പോകില്ല. We will never go away without him. കാരണം ഞങ്ങൾക്കൊന്ന് മനസ്സിലായി. One thing we came to know. ഇവൻ ദൈവത്തിന്റെ പുത്രനാണ്. He is the son of God. ഇവനായിരുന്നു ഞങ്ങൾ കാത്തിരുന്ന മശിഹ. He was the one that we looked for as a Messiah. Hallelujah. Hallelujah. ധൈര്യത്തോടെ അവർ മുന്നോട്ട് വന്നു. And they came with full power. കർത്താവിന്റെ ശരീരം ഏറ്റെടുത്തു. And they took the body of Jesus Christ. പുതുതായി പണി കഴിപ്പിച്ച കല്ലറയിൽ വെച്ചു. And the new tomb that was been kept for him, they kept it on. അവിടെ പൈശാചിക മേഖല ചിന്തിച്ചത്. Oh, the satanic power and the power of the world thought about it. ഇവന് നല്ല അടക്കമൊക്കെ കിട്ടി. Oh, he will get a nice burial. പ്രവചന നിവൃത്തിയൊക്കെ നടന്നു. All the prophecies are fulfilled. ഇനിയും ഇവൻ പുറത്തു വരുന്നത് എനിക്ക് കാണണം. I want to see how he will come back. ഇനിയും ഇവൻ പുറത്തു വരുന്നത് എനിക്ക് I കാണണം. want to see how he will come back. എന്താ അവർ അവിടെ ചെയ്തത്? And you know what happened? റോമൻ ഇംപീരിയൽ മുദ്ര കൊണ്ട് അവർ അവിടെ മുദ്ര വെച്ചു When the അവന്റെ കല്ലറയെ. in the imperial power of Romans, they went and covered the stone of the tomb. ഇംപീരിയൽ മുദ്ര എന്ന് പറഞ്ഞാൽ ഒരുവനും ഒരു കാരണവശാലും തുറക്കാൻ കഴിയത്തില്ല. We can know that the imperial one is never, nobody can open it up. തീർന്നില്ല, അവിടെ പടയാളികളെ ആക്കി. And we can see that they kept the soldiers over കാരണം there. ആരും ഇവന്റെ ശരീരം മോഷ്ടിച്ചു കൊണ്ടുപോകരുത്. Because nobody should come and take away the body of Jesus. കാരണം ഇവൻ ഇരുന്നപ്പോൾ പറഞ്ഞു, ഈ മന്ദിരം പൊളിപ്പിൻ, 3-ാം നാൾ ഞാൻ ഇതിനെ പണിയും. Because when he was living, he said that 3 days you just on the 3 days I will come up. കാവൽക്കാരെ അവിടെ ആക്കി. And the soldiers were kept there. എന്നിട്ട് അവർ അവിടെ നിൽക്കുക. And they were standing പിന്നെ there. നമ്മൾ അവിടെ കാണുന്നത്, This is what we see. പുനരുത്ഥാനത്തിന്റെ ശക്തി. The power of the resurrection. കല്ലറയ്ക്കകത്തിറങ്ങിയപ്പോൾ When it went into the tomb, റോമൻ മുദ്ര അവിടെ തകർന്നു കേട്ടോ. the stamp of the Roman imperial പടയാളികൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. cannot stand with the soldiers. Even ദൈവത്തിന്റെ ഓമനപുത്രൻ, thou God's beloved son, അവിടെ ഉയർത്തെഴുന്നേൽക്കുകയാണ്. oh, we said that he resurrected. ഹേ മരണമേ, നിന്റെ ജയം എവിടെ? Oh, death, where is your power? ഹേ പാതാളമേ, നിന്റെ വിഷമുള്ളവിടെ? Oh, the hell, where is your power? മരണത്തെയും പാതാളത്തെയും ജയിച്ച Oh, the one who has taken ഒരു victory of ജയവീരൻ death അവിടെ and hell. ഉയർത്തെഴുന്നേൽക്കുകയാണ്. Oh, there is one person who God raised ഇന്ന് up. പകലിൽ അവൻ ഇന്നും ജീവിക്കുന്നു. Oh, he is still ഇന്ന് awake. പകലിൽ ആ കർത്താവിനെ ആരാധിക്കാൻ കൃപ ലഭിച്ച ദൈവമക്കൾ അല്പനിമിഷം കർത്താവിന് സ്തോത്രം ചെയ്യാം. Hallelujah. Thank you, Jesus. എന്താണ് ക്രൂശിൽ നടന്നത്? What happened on the cross? അവിടെ ഇങ്ങനെ വചനം ഇങ്ങനെ വായിക്കുന്നത്, This is what has been written. വാഴ്ചകളെയും അധികാരങ്ങളെയും All the dominion and authority. ആയുധവർഗം വെപ്പിച്ചു. He kept all the powers down. ദൈവമക്കൾ ഒരു മെസ്സേജ് ഇന്ന് പകൽ മറക്കരുത്. You should not forget this message. പിശാച് തന്നെ കൊണ്ടുവന്ന് വെക്കുകയല്ലായിരുന്നു. And Satan didn't just come and given their weapons down. എന്റെ തമ്പുരാൻ അവനെ വെപ്പിക്കുകയായിരുന്നു. My Lord made them their weapons down. വാഴ്ചകളെയും അധികാരങ്ങളെയും, All the power and the dominion. സ്വർഗ്ഗലോകത്തിലെ ദുഷ്ടാത്മ സേനയെയും, All the powers and armies of heaven. അന്ധകാര ശക്തികളെയും, The power of darkness. ആയുധവർഗം വെപ്പിച്ച് And he kept his weapons അതിന്മേൽ down. ജയോത്സവം കൊണ്ടാടിയ And he picked victory. ഒരുവനുണ്ടെങ്കിൽ If there is one, അതിന്ന് പകലിൽ നമ്മൾ ആരാധിക്കുന്ന ദൈവമാണ്. that's the one that we worship. He is the one. സന്തോഷമുള്ള ദൈവമക്കളെ കർത്താവിന് സ്തോത്രം ചെയ്യുക. Hallelujah. ആത്മാവിലെ കർത്താവിന് സ്തോത്രം ചെയ്യുക. Thank you, Jesus. അവൻ മരിച്ച് മൺമറഞ്ഞവനല്ല. He is not the one who came into അവൻ the ഇന്നും dead. ജീവിക്കുന്ന ദൈവം. He is the one who is living. അവൻ ഇന്നും പ്രവർത്തിക്കുന്ന ദൈവം. He is the one who still works. അവൻ ഇന്നും അത്ഭുതങ്ങൾ ചെയ്യുന്ന He ദൈവം. still does miracles. Come on, somebody shout hallelujah. Hallelujah. Thank you, Jesus. ഹോറ ബാബാ ബാബാ ശിഖാലവാദിയാദര.
പകലിൽ ആ കർത്താവിനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. Today we are worshiping that Lord. ഞാൻ രണ്ട് പേരെ കുറിച്ച് നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിച്ചു. I just explained about two people. ജോസഫ് അരിമത്തിയ, നിക്കോഡിമസ്. And Nicodemus and Joseph of Arimathea. ദൈവം ഇവരെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയായിരുന്നു. Jesus kept them very secretly for him. പിതാവായ ദൈവം ഇവരെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. God the Father kept them very secretly for him. ഓമന പുത്രന് വേണ്ടി അവൻ സൂക്ഷിച്ചു For വെച്ചിരിക്കുകയാണ്. his beloved son, they were both kept. ദൈവപുത്രന് വേണ്ടി പിതാവായ ദൈവം ഇത് ചെയ്തെങ്കിൽ, And if for the Father, for Lord Jesus, if God did it, എനിക്കും നിനക്കും വേണ്ടി അവൻ ചെയ്യാതിരിക്കുമോ? God cannot do it for you and me. എനിക്കും നിനക്കും വേണ്ടി അവൻ ചെയ്യാതിരിക്കുമോ? Cannot God do it for you and me? എനിക്കും നിനക്കും വേണ്ടി അവൻ ചെയ്യാതിരിക്കുമോ? Cannot God do for you and me? ഇന്ന് പകലിൽ ആമേൻ പറഞ്ഞ് ദൂതനെ റിസീവ് You have to receive this message with എന്റെ ദൈവം amen. എനിക്ക് വേണ്ടി അത്ഭുതത്തെ ചെയ്യുമെന്ന് പറ. God has to do a miracle for me. You have to say it. Hallelujah. ആ ക്രൂശിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ ഉയർത്തിക്കേ. Let us all lift our eyes to the cross of Calvary. എന്റെ കർത്താവ് ക്രൂശിൽ പിടഞ്ഞു മരിക്കുമ്പോൾ, When Jesus was giving his life on the cross, ആകാശത്തിനും ഭൂമിക്കും മധ്യേ between this heaven and the earth, എന്റെ തമ്പുരാൻ പിടഞ്ഞു മരിക്കുമ്പോൾ, when my Lord died on the cross, അവൻ നമ്മളെ ഓർത്തു കേട്ടു. and he remembered us. പ്രവാചകൻ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു, The prophet calls out like this. കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാ. He was a person that nobody could look at it. അവന്റെ മുഖം വിരൂപമായി. His face were beaten. പ്രിയരെ, അവന്റെ തലയിൽ ആഴമുള്ള മുൾക്കിരീടം അവർ അടിച്ചിറക്കി. And we can see the thorn of thorns was kept on his head. തീർന്നില്ല, കോലുകൊണ്ട് പിന്നെയും ആ മുൾക്കിരീടം അവർ And അടിച്ചിറക്കി. they swept with the rod on him. എന്നിട്ട് വിളിച്ചു പറഞ്ഞു, യഹൂദന്മാരുടെ രാജാവേ ജയ ജയ. And they called out the King of Jews. അവനെ കളിയാക്കാൻ തുടങ്ങി. And he was put to shame. നമുക്കറിയാം, മുഖത്ത് നിന്ന് അവന്റെ രോമം അവർ പിഴുതു പറിച്ചു. And the beard was plucked from his face. അസാധാരണമായ വേദന കർത്താവ് അനുഭവിച്ചു കേട്ടോ. He was in great terrible pain. അതുകൊണ്ട് ആ പ്രവാചകൻ വിളിച്ചു പറഞ്ഞത്, That's the reason the prophet calls out. അവനെ കണ്ടാൽ, Oh, when we see him, അവനെ നോക്കിയാൽ when we look at him, ഒരു മനുഷ്യരൂപമെന്ന് പറയാൻ കഴിയില്ല. it was not a humanly face. കണ്ടാൽ ആളല്ല എന്ന് തോന്നും. Oh, when we see him, he was betrayed. അവന്റെ മുഖം വിരൂപമായി. His face was shattered. ഒന്ന് കുറുകെ 39 അടി എന്റെ കർത്താവ്. 1 minus 39, he got in his. ഓരോ അടിയേൽക്കുമ്പോഴും അവന്റെ പുറം മുഴുവൻ ചാല് പോലെ അവർ കീറി. And we can see as it was all dragged down on this back. അവന്റെ അസ്ഥികളെല്ലാം എണ്ണാമെന്ന കണക്കേ ആയി In തീർന്നു. his bones and the flesh, we couldn't even number them. നമ്മളെല്ലാം നമ്മൾ നാട്ടിൽ നിന്നും വന്നവരാണ്. We all came from the land. നമുക്കറിയാം, ഈ മാംസം തൂക്കിയിട്ടിരിക്കുന്ന കടകൾ നമുക്കറിയാം. We know that we are flesh eating people, as the fleshes have been put up. അങ്ങനെ ഒരു മാംസപിണ്ഡമായി എന്റെ കർത്താവ് മാറി. And we can see Jesus just became like a flesh അതുകൊണ്ടാണ് hanging down. അവിടെ നിന്ന് സ്ത്രീകൾ അലമുറയിട്ട് കരഞ്ഞത്. That's the reason the women start crying loud. കാരണം ഒന്നേ അവർക്ക് നോക്കാൻ കഴിഞ്ഞുള്ളൂ. This is what they can only see. പിന്നെ അവർക്ക് അവനെ നോക്കാൻ കഴിഞ്ഞില്ല. Only once they can see, after that they cannot. എന്നിട്ടും അവരോട് കർത്താവ് പറഞ്ഞു, And then still God said to them, യെരൂശലേം പുത്രിമാരേ, എന്നെ ഓർത്ത് നിങ്ങൾ കരയണ്ട. Oh daughters of Jerusalem, don't cry for me. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരവി. You cry for you and for your sons and daughters. എന്റെ കർത്താവ് അവിടെയും അവരെ പരിഗണിച്ചു കേട്ടു. And we see that even God on the cross took care of ആ them. വലിയ പച്ച പൈന്മരക്കുരിശുമായി അവൻ നീങ്ങുകയാണ്. And we can see that this particular cross they took and started walking. പിലാത്തോസിന്റെ ഗബത എന്ന കൽത്തളം മുതൽ, And we can say from the Pilate, ഗോൽഗോഥായിലേക്ക് അവൻ നടന്നു നീങ്ങും. when he walked slowly to Golgotha, അവന്റെ രക്തം ധാരധാരയായി വീഴുന്നുണ്ട്. and his blood was slowly pouring down, വീണും എഴുന്നേറ്റും അവൻ നടക്കുക. falling down and getting up and falling ആ down. വലിയ കുരിശുമായി അവൻ നടന്നു നീങ്ങുക. And he took this great cross and walked slowly. ഒരു പക്ഷേ അവൻ അവിടെ ഒന്ന് തീരുമാനിച്ചിരുന്നെങ്കിൽ, And if he would have decided once forever, ദൂതന്മാർ അവനെ ശുശ്രൂഷിക്കാൻ ഇറങ്ങിയേനെ. and if the angels would have come to serve him, എങ്കിലും അവിടെയും അവൻ നമ്മുടെ മുഖം ഓർത്തു. but there he saw our face. ഹല്ലേലൂയ. ആ മുഴുവേദനയും അവൻ ഒറ്റയ്ക്ക് അനുഭവിച്ചു. All the pain he bore himself. ഒറ്റയ്ക്ക് അവൻ അനുഭവിച്ചു. He bore himself. ക്രൂശിലേക്ക് അവൻ നടന്നു പോകും. Slowly he started walking. ഇന്ന് പകലിലെ പ്രിയരെ,
Oh my beloved, എന്തിനാ അവൻ ഇതൊക്കെ അനുഭവിച്ചത്? why they suffered, why he suffered? മനുഷ്യവർഗത്തിന്റെ പാപത്തിനു വേണ്ടി, For the sin of us. പാപമില്ലാത്ത ഒരുവൻ മർവിലയായി അറുക്കപ്പെട്ടു. The one who was never having a sin died and sacrificed for നമ്മളെ us. പാപത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കാൻ, To deliver us from the sin. നമ്മുടെ ശാപത്തിൽ നിന്ന് നമ്മളെ വിടുവിക്കാൻ, To deliver us from the curse. ഒരു പക്ഷി മൃഗാദികളുടെ രക്തത്തിന് കഴിയാതെ വന്നപ്പോൾ, When the blood of the bird and the flies people cannot deliver. പുത്രനായ ദൈവം ആ ദൗത്യം ഏറ്റെടുക്കുക. Here is we can see that Jesus is taking that അവൻ responsibility. തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. And he gave himself. കൊല്ലാൻ കൊണ്ടുപോകുന്നവരുടെ മുന്നിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ, As a sheep that is keeping quiet before his slaughterhouse.